Hi friends, welcome back to Krishnendu. എൻ്റെ പേര് വേദൻ, എൻ്റെ പേര് വൈദേഹി. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബിസിനസ് എന്ന് പറഞ്ഞ ഗെയിമായിട്ടാണ്. അപ്പോൾ ചിലർക്കൊക്കെ അറിയാം ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടത്, ചിലർക്കൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇതൊരു ബോർഡ് ഗെയിമാണ്. 2-ലധികം പേർക്ക് കളിക്കാൻ പറ്റിയ ഗെയിമാണിത്. നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്നൊക്കെ കളിക്കാം, 4 പേർക്കൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. പിന്നെ ഇതാണ് അതിൻ്റെ കാർഡ്സ്, ഓരോ കൺട്രീൻ്റെ. പിന്നെ ഇതാണ് അതിൽ നമ്മുടെ ഓരോ പ്ലേസിൽ വെക്കുന്ന ഇത്. പിന്നെ അതിൻ്റെ ഹൗസുകൾ, പിന്നെ ഡൈസ്, 2 ഡൈസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കളിക്കുന്ന ബോർഡ് ഈ ഗെയിമിന്റെ ബോർഡ്. പിന്നെ ഇതാണ് ഈ ഗെയിമിന്റെ റൂൾസ്. പിന്നെ ഇതില് നമുക്ക് കുറെ കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മണി, വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ മണീൻ്റെ ഇതിലും നമുക്ക് $10 നമുക്ക് എന്താണ് $10 വെച്ചിട്ട് വരുന്നതാണ്. ഇതിലിപ്പോൾ 50 ഉണ്ട്, 100 ഉണ്ട്, 500-ൻ്റെ ഡോളർ ഉണ്ട്, 100 1000-ൻ്റെ ഉണ്ട്, 5000-ൻ്റെ ഉണ്ട്, പിന്നെ 10000-ൻ്റെ ഡോളറുണ്ട്. നമുക്കിനി എങ്ങനെ കളിക്കാൻ നോക്കാം. ഇതാണ് സ്റ്റാർട്ടിങ്. ബുക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് International Business, an international business game. Classic toy, the house of kids activities like indoor and outdoor toys and games which are educational and entertaining. International business is well known worldwide with different names. This is an evergreen game in which you act as a foreign businessman who buy or sell properties in famous countries of world. You also get an idea to deal with another person. So let's play and wealthiest person of the world. പിന്നെ നമ്മുടെ ഇതില് നമ്മൾ സാധാരണ ലൂഡോ കളിക്കണ പോലെ എല്ലാ ഡൈസ് ഇട്ടിട്ട് കളിക്കണില്ല, പക്ഷെ 2 ഡൈസ് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുക. അത് ലൂഡോത്തെ ഒക്കെ തന്നെയാണ് നമ്മൾ ഇത് കൗണ്ട് ചെയ്യുക. പിന്നെ ഇവിടെ എഴുതിയുള്ളത് വെച്ചാൽ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയാൽ നമുക്ക് $1500 കിട്ടുന്നതാണ് ഇവിടെ എഴുതിയുള്ളത്. അത് കറക്റ്റ് ഇത് വന്ന് ഇവിടെ തന്നെ വന്ന് നിൽക്കണം. അല്ല ഇത് കടന്നു പോയാൽ നമുക്ക് ആ പൈസ കിട്ടില്ല. ഈ പോയിന്റിൽ വന്നിരുന്നാൽ നമുക്ക് ആ പൈസ കിട്ടും. എന്താണ് യുനോ ചാൻസ്, അങ്ങനെ കുറെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ നമ്പറിട്ട് ഓരോന്നിന് പോകുമ്പോഴും നമുക്ക് ഓരോ പണിഷ്മെന്റ് കിട്ടും. അതായത് നമ്മളിപ്പോ മറ്റൊരു പ്ലെയറിന്റെ കൺട്രിക്ക് എത്താന്ന് വിചാരിച്ചാൽ, അതായത് ഇത് എൻ്റെ അനിയത്തിന്റെ പ്ലേസ് ആണ്. ഞാൻ ഈ പ്ലേസിലേക്ക് വന്നു. അപ്പൊ ഞാൻ അവളുടെ കാർഡിൽ എഴുതിയിട്ടുള്ള ഇത് ഞാൻ കൊടുക്കണം, ക്യാഷ് ഞാൻ കൊടുക്കണം. അതെങ്ങനെയാണ് പറയണത്, ഈ നമ്മൾ റെന്റ് കൊടുക്കില്ല കടകളിൽ വറക്കി, അതുപോലെയാണ് ഈ ഗെയിമിലും നമ്മൾ റെന്റ് കൊടുക്കും. 1500 ആണ് റെയിൽവേസിന്റെ. അങ്ങനെ ഓരോന്നിനും അതിന്റെ റെന്റാണ്. അങ്ങനെ ഞങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി കളിയിലേക്ക് പോവാം. ഇപ്പൊ 2 പേരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് 2 കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാൻ അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീനും ബ്ലൂ ആണ്. ആദ്യം ആവശ്യമുള്ളത് നമുക്ക് കളിയുടെ തുടക്കത്തിൽ തന്നെ 20,000 rupees ഉണ്ടാവും, ഒരു പാസ്പോർട്ടും ഉണ്ടാവും, പിന്നെ കുറച്ച് കളിക്കാനുള്ള ഹൗസസും, പിന്നെ ഒരു വെക്കുന്ന ഉണ്ടാവും. നീ വിളിക്കില്ലേ നിന്റെ ഇവിടെ. അപ്പൊ ഇട് ഡൈസ് ഇട്, ഓരോ കളിച്ചാൽ മതി. അപ്പൊ എനിക്ക് കിട്ടിയുള്ളത് 9 ആണ്. 1 2 3 5 6 7 9 റിസോർട്ട്.
പണി കിട്ടിയിട്ടുണ്ടോടാ. ബേബി റിസോർട്ടിലെത്തിയാല് നമ്മള് എന്താണ് 200 രൂപ നമ്മള് കൂടെ കളിക്കുന്നവർക്ക്, $200 നമുക്ക് കൂടെ കളിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം. ഇനി എന്റെ ടേണാണ്. പിന്നെ ഈ റിസോർട്ടിൽ നമുക്ക് ഹൗസസ് ഒന്നും വെക്കാൻ പറ്റില്ല. റിസോർട്ടിന്റെ കാർഡുകളൊന്നും ഇല്ല. ഈ 6 ആണ് കിട്ടിയത്. എനിക്ക് ഇറാനാണ് കിട്ടിയത്. ഇതാണ് ഇറാൻ. ഇത് നമുക്ക് $2,500 കിട്ടും. എനിക്ക് കിട്ടിയത് ഇറാനാണ്. ഇറാന്റെ കാർഡാണിത്. ഇവിടെ അടിയിൽ കൊടുത്തിട്ട് ഇറാനിനകത്തും റെന്റാണ്. പിന്നെ എനിക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് വെച്ചാല് $2,500 ആണ്. അപ്പൊ ഞാൻ അത് ബാങ്കിൽ നിന്ന് എടുക്കുകയാണ്. ഇവിടെ $2,500 എടുത്തിട്ടുണ്ട്. ഇനി വൈദ്യുതിയുടെ ടേണാണ്. വൈദ്യുതി നേരത്തെ റിസോർട്ടിൽ എത്തിയതിന്റെ 200 rupees എനിക്ക് വൈദ്യുതി തന്നിട്ടുണ്ട്. 7 ആണ് എനിക്ക് കിട്ടിയത്. 1 2 3 4 5 6 7 കസ്റ്റം ഡ്യൂട്ടി. ഇതിലത്തെ സ്ഥലം ഇറാനാണ്. അപ്പൊ ഞാന് 100 rupees ബാങ്കിലേക്ക് കൊടുക്കണം. കസ്റ്റം ഡ്യൂട്ടി കൊടുക്കണം. ഇനി വൈദ്യുതിയാണ് എന്ന് ചോദിച്ചത്. വൈദ്യുതിക്ക് അപ്പൊ കിട്ടിയത് 12. വൈദ്യുതിക്ക് കിട്ടിയിട്ടുള്ളത് ജയിലാണ്. എനിക്കൊരു പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല. അതാണ് സങ്കടം. പാർട്ടി ഹൗസ്. ഫ്രണ്ട്സ്, ഞാൻ പാർട്ടി ഹൗസിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ പാർട്ടി ഹൗസിൽ എത്തിയാല് ആരാണ് പാർട്ടി ഹൗസിൽ എത്തിയുള്ളത് അയാൾക്ക് കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് 200 രൂപ കൊടുക്കണം. $200 കൊടുക്കണം. Thank you for the whole money. ഞാൻ മുട്ട ആക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇനി കളിക്കാം. അപ്പോ ബേബിക്ക് 10 ആണ് കിട്ടിയിട്ടുള്ളത്. ബേബിക്ക് കിട്ടിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് നമുക്ക് $2,500 എങ്ങനെയാണ് കിട്ടുക? പൈസ അപ്പൊ വൈദേഹിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് നമ്മള്. ഫോറാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് 4 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ റോഡ് വേസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 3500 കിട്ടിയിട്ടുള്ള. അപ്പൊ ഇനി $3,500 ആണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ ഞാന് $3000 എടുത്തിട്ടുണ്ട്. ഇനി $500 എടുത്തിട്ടുണ്ട്. ഇതിന്റെ 7 കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 7. ഈജിപ്താണ് ബേബിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈജിപ്തിന് $3,250 ആണുള്ളത്. ഇതിന്റെ അത് കട്ടി
നമ്മൾ ഇതില് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ പഠിക്കും. 800 ബാക്കി 200. ഓക്കെ, നിന്റെ പൈസ ബാക്കി കുറച്ച് പൈസ എടുത്തിട്ടെ. അപ്പൊ നമുക്ക് ഇത് കളിക്കാം. അടുത്ത എന്താ ചാൻസാണ്? അപ്പക്ക് 8 ആണ് ഇട്ടിട്ടുള്ളത്. സൗദി അറേബ്യ ആണ് കിട്ടിയത്. 5,500. ഓക്കെ, 5,500 ആണ്. 5,500 rupees ആണ്, ഡോളേഴ്സ് ആണ്. ഞാനാണ് കുറച്ച് അമ്മ പറഞ്ഞു Eight. 1, 2, 3, 4, 5, 6, 7, 8. Friends, അപ്പോൾ ബേബിക്ക് ചാൻസ് ആണ് ഇതില്. You collect rent from me to layer for all your sites more. ഇതൊക്കെ ഇട്ടുണ്ട്. ഒരു 100 കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എനിക്ക് ചാൻസ് കിട്ടുന്നത്, അതായത് വേണ്ട ഓരോ സൈറ്റിനും നമ്മൾ 100 വെച്ച് കൊടുക്കണം. ഗൈസ് ഒക്കെ 6 ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6. 1500. ഫ്രണ്ട്സ്, അപ്പൊ ഞാന് സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ എത്തിയാല് നമുക്ക് 1500 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പൊ എനിക്ക് 1500 ഡോളേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ കളി നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കളിക്കാം. അതായത് നമുക്ക് ഇതിപ്പോ എന്താണ് കുറച്ച് കഴിഞ്ഞ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നേ ടൈമർ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ ഇത്ര റൗണ്ട് അങ്ങനെ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ ഡോളേഴ്സ് ഫുള്ള് തീരണ വരെ കളിക്കാം. അങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക. ഇനി നമുക്ക് ആരെയാണ് കൂടുതൽ നോക്കാം. അതായത് സമാധാനം കിട്ടുള്ളൂ. അതെന്റെ സ്റ്റേജാണ്. 3 സ്ഥലമുള്ളത് എന്നിട്ട് ഇത്ര പൈസ ഉണ്ട് ഉണ്ടോ? എനിക്ക് തുടക്കത്തിൽ കിട്ടിയ 2000, പിന്നെ ഒരു 5000. ഇതാണ് ഞങ്ങൾ കളിച്ച് ജയിച്ച പ്രൈസ്. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ ടോട്ടൽ ആണിത് 33,200 ആണ് എന്റെ ഫുൾ ഡോളേഴ്സ് വരുന്നത്. ബേബിയുടെ 28,000 ആണ്. അപ്പൊ ഈ ഗെയിമിൽ ഞാൻ വിൻ ചെയ്തു. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ടൈമർ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ റൗണ്ടുകൾ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ ഫുൾ ഡോളേഴ്സ് തീരണ വരെ കളിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ് ഈ ഗെയിം. പിന്നെ ഈ ഗെയിം അടിപൊളി ഗെയിമാണ്. നിങ്ങൾക്ക് സമയം ഒന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചോളൂ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് കിട്ടും. അപ്പൊ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യണം. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബൈ.